സിനിമയിൽ ശക്തന്മാരെന്ന് തെളിയിക്കാൻ ചിലർ ഗുണ്ടകളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഗണേഷ് കുമാർ. സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് മാഫിയയുടെ ശക്തമായ സ്വാധീനമുണ്ട്. നടിയെ ആക്രമിച്ച സംഘം മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. കാര്യങ്ങൾ പറയുമ്പോൾ തൻ്റെ നേരെ തട്ടിക്കേറിയിട്ട് കാര്യമില്ല. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഗണേഷ് കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെയാണ് സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാർ പറഞ്ഞത്? കൂടുതൽ കാര്യങ്ങൾ പറയാൻ വെല്ലുവിളിക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഗണേഷ് കുമാർ MLA പീപ്പിൾ ടിവിയിലൂടെ പറഞ്ഞത്. ആരെങ്കിലും തന്നെ ഫോൺ ചെയ്താൽ താൻ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നും മയക്കുമരുന്ന് ആരുടെ പക്കലുണ്ടെന്നും ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നുവെന്നും ആരാണ് ഗുണ്ടകളെ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ താൻ ഒരുക്കമാണെന്ന് അറിയിച്ചു. അതൊരു പൊതുവായി എല്ലാവരും കേൾക്ക പറയുന്നതിന് തനിക്ക് താല്പര്യമില്ല. താനും ഒരു സിനിമാ കുടുംബത്തിൽപ്പെട്ട അംഗമാണ്. ഇത് പറയുമ്പോൾ തനിക്കെതിരെ തട്ടിക്കയറിയിട്ട് കാര്യമില്ല അന്ന് ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. ഒപ്പം തന്നെ സിനിമാ രംഗത്ത് തങ്ങൾ കൂടുതൽ ശക്തരാണെന്ന് കാണിക്കാൻ വേണ്ടി ചിലർ ഗുണ്ടകളെ ഉപയോഗിക്കുന്നു. അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ സിനിമാ രംഗത്തുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു. ഗവൺമെന്റ് വളരെ കൃത്യമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതി ഒളിവിലാണ്. ഒളിവിലിരിക്കുന്ന പ്രതിയെ കണ്ടെത്തുന്നതിന് അതിൻ്റെതായ സമയം കൊടുക്കുക ആവശ്യമുണ്ട്. അതിനുള്ള സമയം പോലീസിന് നൽകുക തന്നെ വേണം. ഇതിനെല്ലാം പൂർണ്ണമായും ഉത്തരവാദി ഈ സിനിമാ രംഗത്തുള്ളവർ തന്നെയാണെന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിച്ചു. ഇതില് ക്രിമിനലുകൾ, അതായത് സിനിമാ രംഗത്തെ ഈ ഒപ്പം, അതായത് നടീ നടന്മാർക്കൊപ്പം നിൽക്കുന്നുള്ളവരെല്ലാം എല്ലാവരും ക്രിമിനലാണെന്ന് താൻ പറയുന്നില്ല. എന്നാൽ ക്രിമിനൽ സ്വഭാവമുള്ളവരും ക്രിമിനൽ വാസനയുള്ളവരും ക്രിമിനൽ പ്രതികളായിട്ടുള്ളവരും നിരവധി പേരുണ്ട്. അവരെ കണ്ടെത്തണം. ഗവൺമെന്റ് അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കണം. സർക്കാർ ഇത് അന്വേഷിച്ച് വേണ്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഗണേഷ് കുമാർ MLA നിർദ്ദേശിച്ചു. അതായത് ഈ സംഭവവുമായി, നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ശേഖരിക്കാവുന്ന വിവരം തന്റെ പക്കലുണ്ട് എന്ന് നൽകുന്ന സൂചനകളാണോ നൽകിയത്? അതോ പൊതുവായി മയക്കുമരുന്ന് മാഫിയയുടെയും ചിലരുടെയും ഒക്കെ പ്രവർത്തികളെ സംബന്ധിച്ചുള്ള സൂചനകളാണോ ഗണേഷ് കുമാർ നൽകിയത്? അദ്ദേഹം രണ്ട് നിലയിലാണ് പ്രതികരിച്ചത്. പൊതുവായ കാര്യങ്ങളും ഒപ്പം ഇപ്പോൾ നടന്ന സംഭവമായി ഗണേഷ് കുമാർ ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇപ്പോൾ ഈ അതായത് നടിയെ തട്ടിക്കൊണ്ടുപോയ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ മുമ്പും പല കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ്. അത് ബോധപൂർവ്വം പലരും മറച്ചുവെച്ചു. അക്കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ അടിവരയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അജീം ഷാ ചോദിക്കുന്ന ചോദ്യത്തിന് അതുമായി നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. തീർച്ചയായും ഗണേഷ് കുമാറിന് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞേക്കാം. തന്നെ വെല്ലുവിളിക്കാൻ വരുന്നവരെ അദ്ദേഹം മുന്നറിയിപ്പ് കൊണ്ട് അദ്ദേഹം തിരിച്ച് അതിന്റെ വെല്ലുവിളി താൻ നൽകി. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജ്കുമാർ, അതായത് ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ പോലീസിന്, ഇത് അന്വേഷിക്കുന്ന പോലീസിന് ശേഖരിക്കാവുന്ന വിവരങ്ങൾ ഉണ്ട് എന്ന സൂചന തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പക്കൽ, അതായത് ഇപ്പോഴുള്ള ഈ ക്രിമിനൽ സംഘത്തെക്കുറിച്ചും, അതായത് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽ സംഘത്തെക്കുറിച്ചും ഒപ്പം തന്നെ മറ്റു പല ഈ നടീ നടന്മാർക്കൊള്ളം ഒപ്പം അവർ നിലനിർത്തിയിട്ടുള്ള ഗുണ്ടകളെ കുറിച്ചുമൊക്കെ വ്യക്തമായ സൂചനകൾ ഗണേഷ് കുമാറിന്റെ പക്കലുണ്ട്. അദ്ദേഹം അതിന്റെ ആവശ്യക്കാരോട്, അറിയാൻ താല്പര്യമുള്ളവരോട് പറയാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ അത് മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പൊതു രംഗത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു പൊതുജന സമൂഹത്തിന് മുമ്പിൽ വെച്ചോ അത് പറയാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വ്യക്തിപരമായുള്ള കാര്യമാണ്. അത് താൻ എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടുത്താൻ തയ്യാറല്ലെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അവരോട് പറയാൻ താൻ ഒരു. ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.